ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. വെറും 2 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാൻ. നമുക്ക് ഈ ചൂടത്തും ഈ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. ബിസ്ക്കറ്റും പഴവും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് കട്ടപ്പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ കട്ടപ്പാൽ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 റോബസ്റ്റ് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 6 ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്രീം ബിസ്ക്കറ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അതാ ഞാനിവിടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മൾക്ക് ഈ ജ്യൂസ് റെഡിയാക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത് 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാനില എസെൻസ് ആണ്, ഒരു ഫ്ലേവറിന് വേണ്ടി. നിങ്ങൾക്കത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഒരു ഐസ്ക്രീമിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ്സിലേക്കായിട്ടാണ് സെർവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എത്ര പേരാണ് ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് പഴം, പാലും ബിസ്ക്കറ്റും കൂട്ടിയെടുത്താൽ മതി. അധികം സാധനങ്ങളൊന്നുമില്ലാതെ വളരെ ടേസ്റ്റുള്ള ജ്യൂസാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. പിന്നെ തന്നെയല്ല കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്ക് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. പിന്നെ ഒപ്പം ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.